ഹായ്, ഗുഡ് ഈവനിങ് എവരിവൺ. ഇന്ന് ജൂൺ 10-ാം തീയതിയാണ്. അപ്പോൾ എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റിൽ നോക്കുന്ന സമയത്ത് ഇന്ന് ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. രാവിലെ തന്നെ ഒരു ഫ്ലാറ്റ് 23,200 റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇന്നലെ എവിടെയാണ് ക്ലോസ് ചെയ്ത് ആ റേഞ്ചിൽ ഓപ്പൺ ചെയ്തു. സഡനായിട്ട് മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്തു. പ്രീവിയസ്ലി ഒരു 2 ഡേയ്സ് മുമ്പ് ഉണ്ടായിരുന്നു ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. മാർക്കറ്റ് പിന്നെയും ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ബട്ട് അവിടെ നിന്നൊരു സ്ട്രോങ് റിജക്ഷൻ ആണ് ആഫ്റ്റർ സെക്കൻഡ് ഹാഫിൽ മാർക്കറ്റിൽ സംഭവിച്ചത്. ഓൾമോസ്റ്റ് 23,400 ഇന്ന് 23,200 ഓൾമോസ്റ്റ് 200 പോയിന്റ്സിന് മാർക്കറ്റ് സെക്കൻഡ് ഹാഫിൽ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. മെയിൻ കാരണം പറയുകയാണെങ്കിൽ ഇന്ന് ഈവനിങ് വരാനിരിക്കുന്ന യു എസിലെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്, ഇൻഫ്ലേഷൻ റേറ്റ് തന്നെയാണ്. ഇൻഫ്ലേഷൻ ഓൾമോസ്റ്റ് 4.2 ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന 3.8 ആയിരുന്നു. അപ്പം 4.2വിൻ്റെ മുകളിൽ വരുവാണെങ്കിൽ 4.2വിൻ്റെ മുകളിൽ വരുവാണെങ്കിൽ മാർക്കറ്റ്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് താഴെ വീഴാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ഗ്യാപ് ഡൗൺ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ഈവൻ 4.2വിന് ബിലോ ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിയിലുള്ള മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയും നാളെ കാണുന്നുണ്ട് നമുക്ക്. ഓക്കെ, അപ്പം ആ ഇൻഫ്ലേഷൻ റേറ്റ് ഇന്ന് വളരെ ക്രൂഷ്യലാണ്. നമ്മുടെ മാർക്കറ്റിന്റെ ഗതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാളെ ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ് ഡൗൺ ആണോ ആ രീതിയിൽ തന്നെ. പിന്നെ നമുക്ക് ഇന്ന് ഓൾമോസ്റ്റ് റെസിസ്റ്റ് ചെയ്ത ആ റേഞ്ച് വളരെ ക്രൂഷ്യൽ തന്നെയാണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ റേഞ്ചിൽ നിന്ന് പിന്നെയും ഒരു റെസിസ്റ്റൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രീവിയസ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ പല രീതിയിൽ 23,400 450 ഒക്കെ ഈ റേഞ്ച് പല ടൈമിൽ റെസ്പെക്ട് ചെയ്ത് ഈ ഒരു ഏരിയ നിന്ന് മാർക്കറ്റ് താഴോട്ട് വരുന്നുണ്ട്. അപ്പം കറൻ്റ്ലി ഇതൊരു പ്രോപ്പറായ ഒരു റെസിസ്റ്റൻസ് റേഞ്ചാണ് ഇന്ന് റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ സപ്പോർട്ടായിട്ട് നമ്മൾ പ്രീവിയസ് ആയി നോക്കുന്ന 23,100 ആണ് പ്രീവിയസ് ഒരു സപ്പോർട്ടായിട്ട് ഇപ്പം നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി ഈ ലെവൽസ് രണ്ടും വാച്ച് ചെയ്യുക. ഇല്ല ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഇത് രാവിലെ തന്നെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കറൻ്റ്ലി 23,550 ആ റേഞ്ച് നിങ്ങൾക്ക് ക്രൂഷ്യലായി വാച്ച് ചെയ്യാവുന്നതാണ് നിഫ്റ്റിയിൽ. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ നിഫ്റ്റിനെക്കാട്ടി കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ടാണ് മൂവ് ചെയ്തത്. ഓൾമോസ്റ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ബട്ട് ഈ ഒരു റേഞ്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്ന 55,500 550 എന്ന് പറഞ്ഞ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് ഇന്ന് ഡേയ്സ് ലോയിലാണ് ക്ലോസ് ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു 400 പോയിന്റ്സ് ആണ്, 450 പോയിന്റ്സ് ആണ് ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഫോളോ ചെയ്തത്. ഓക്കെ, അപ്പം ഒരു പ്രോപ്പർ റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് റീബൗണ്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് നാളെ ആ ഒരു ഇൻഫ്ലേഷൻ റേറ്റിന്റെ ഡിസിഷൻസ് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ മിഡ് ഗ്യാപ്പ് നോക്കുവാണെങ്കിൽ മിഡ് ഗ്യാപ്പ് ഇന്ന് രാവിലെ തൊട്ട് വീക്ക് തന്നെയായിരുന്നു. അപ്പം വീക്കറായിട്ടാണ് നിന്നത്. ഓൾമോസ്റ്റ് ഇന്ന് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഫ്ലാറ്റ് ആയിട്ട് ഈ റേഞ്ചിൽ ഓപ്പൺ ചെയ്താൽ പോലും മാർക്കറ്റ് ഒന്ന് ഡേയ്സ് ഹൈ വരെ ഒന്ന് പോയി. പക്ഷെ അത് കഴിഞ്ഞ് ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് പുതിയ ലോ ഉണ്ടാക്കി പ്രീവിയസ്ലി ഉണ്ടായിരുന്ന കഴിഞ്ഞ 9-ാം തീയതി ഇല്ലെങ്കിൽ 8-ാം തീയതി ക്രിയേറ്റ് ചെയ്ത ലോയിൻ്റെ അവിടെ നിന്നാണ് മാർക്കറ്റ് എൻഡ് ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു 1.5%, 1.3% ആണ് മിഡ് ഗ്യാപ്പിൽ വീണിരിക്കുന്നത്. അപ്പം മിഡ് ഗ്യാപ്പ് കുറച്ചും കൂടെ ഒരു തരത്തിലുള്ള ഒരു സപ്പോർട്ട് റേഞ്ചിലാണെന്ന് പറയാം കറൻ്റ്ലി മിഡ് ഗ്യാപ്പ് നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, ഇവിടെ സപ്പോർട്ട് എടുത്തു, ദെൻ ഹിയർ ആൻഡ് കമ്മിങ് ഈ ഒരു ഏരിയയെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറൻ്റ്ലി നമുക്ക് താഴെ നോക്കാം. താഴെ അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചാണ്. 21,600 ആണ് അടുത്ത സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ കാണുന്നത്. ഓക്കെ, അപ്പം കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ് ടു 21,600 വരെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം സ്മോൾ ക്യാപ്പ് നോക്കുവാണെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇന്ന് കുറച്ച് വീക്കായിരുന്നു. ഓൾമോസ്റ്റ് 1.15% ആണ് ഇന്ന് സ്മോൾ ക്യാപ്പിലും ഡ്രോപ്പ് ആയത്. അപ്പം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയാണ് കുറച്ചുകൂടെ ഇന്ന് സ്റ്റേബിളായി നിന്നത്. ഒരു ഫ്ലാറ്റ് നോട്ടിൽ തന്നെ എൻഡ് ചെയ്തു. പക്ഷേ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നോക്കുവാണെങ്കിൽ വളരെ നല്ലൊരു സെല്ലിംഗ് പ്രഷറാണ് ഇന്നത്തെ ഒരു ദിവസം വന്നത്. ഓൾമോസ്റ്റ് രണ്ടും 1%-ന്റെ മുകളിൽ ഫോള് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ നോക്കുവാണെങ്കിൽ കറൻ്റ്ലി ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തു. ഒരു ഡേയ്സ് ഹൈ ഒന്നും റെസ്പെക്ട് ചെയ്യാതെ തിരിച്ച് ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത്
പിന്നെ താഴെ പോവായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 200 പോയിന്റ്സ് ആണ് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് സ്മോൾ ക്യാപ്പിൽ വീണത്. അപ്പോൾ സ്മോൾ ക്യാപ്പ് നിയർ ടു ഒരു സപ്പോർട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗ്യാപ്പ് ഫില്ല് ചെയ്തു രാവിലെ തന്നെ. ഐ തിങ്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഈ ഒരു ഗ്യാപ്പ് ഓൾമോസ്റ്റ് ഫില്ല് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം കുറച്ച് കോഷ്യസ് ആയത് നിൽപ്പുണ്ട് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും. അതേപോലെ നമുക്ക് ക്രൂഡ് ഓയിൽ എടുക്കുവാണെങ്കിൽ ക്രൂഡ് ഓയിൽ ഇന്ന് കുറച്ച് രാവിലെ കുറച്ച് താഴോട്ട് വന്നിരുന്നു. ഓൾമോസ്റ്റ് 91 ആ റേഞ്ചിലേക്ക് വന്നിരുന്നു. 92യിലേക്കാണ് ഇപ്പം നിൽക്കുന്നത് കറൻ്റ്ലി. അപ്പം ഒരു ശമനം, ഒരു രീതിയിലുള്ള ശമനമാണ് നിൽക്കുന്നത്. അപ്പം ആ US ഇറാൻ തമ്മിലുള്ള കോൺഫ്ലിക്റ്റും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് തന്നെയാണ് ഈ ക്രൂഡ് ഓയിലിന്റെ ഗതി നിശ്ചയിക്കുന്നത് തന്നെ. ഓക്കെ, അപ്പം ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി പിന്നെയും തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. അപ്പം ഒന്നും ഡൗൺ ആയിക്കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. പിന്നെ അതേപോലെ ഇന്ന് പെർഫോം ചെയ്ത 2 സ്റ്റോക്സുകൾ നമുക്ക് നോക്കാം. ഒന്ന് മെയിനായിട്ട് പെർഫോം ചെയ്തത് കാർ ട്രേഡ് ആണ്. കാർ ട്രേഡിൽ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 12% ആണ് ഇന്ന് മാർക്കറ്റ് മേലോട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം കറൻ്റ്ലി കാർ ട്രേഡിൽ നോക്കുവാണെങ്കിൽ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലിനെയാണ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്കാണ് അടുത്ത മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിലേക്കൊക്കെ മൂവ് ചെയ്ത് ഇവിടെ നിന്നൊരു ഫോളോ ഇല്ലെങ്കിൽ ഒരു കറക്ഷൻ മോഡോ കാണാൻ സാധിക്കും. പിന്നെ ഓയിലാണ്. ഓയിൽ ഇന്ത്യ ആണ് ഏറ്റവും കൂടുതൽ ഡ്രാഗ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 10% ആണ് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഓയിൽ ഇന്ത്യ താഴോട്ട് പോയിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഓയിൽ ഇന്ത്യ ഇന്ന് താഴോട്ട് പോയത്? ബ്രന്റ് ക്രൂഡ് 91 റുപ്പീസ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ മാർക്കറ്റ് ഡൗൺ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ക്രൂഡ് ഓയിൽ രീതിയിൽ ക്രൂഡ് ഓയിൽ കൂടുന്ന സമയത്ത് ഇതും കൂടും, ക്രൂഡ് ഓയിൽ കുറയുന്ന സമയത്ത് ഇതും കുറയുന്നതാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് പ്രീവിയസ്ലി ഒരു സ്ട്രോങ് ഫോൾ ഇന്നലെയും റെഡ് ആയിരുന്നു. ബട്ട് ഇന്ന് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് മാർക്കറ്റ് റെഡ് ആവുകയാണ് ചെയ്തത്. അപ്പം നോക്കുവാണെങ്കിൽ കറൻ്റ്ലി സപ്പോർട്ട് കാണുന്ന സംവെയർ അറൗണ്ട് ഈ ഒരു റേഞ്ചിലാണ്, ഒരു 400 റേഞ്ചിലാണ്. ഇതൊരു 27 പോയിന്റ്സും കൂടെ ആ ഒരു റേഞ്ചിലാണ് സപ്പോർട്ട് കാണുന്നുള്ളൂ. അതുവരെ മാർക്കറ്റ് വീഴാൻ സാധ്യതയുണ്ട് ഓയിൽ ഇന്ത്യ ലിമിറ്റിൽ. പിന്നെ നമുക്ക് ഇന്നത്തെ മേജർ ന്യൂസ് കാര്യങ്ങൾ നോക്കാം. ഇന്ന് 10th ജൂൺ 6 PM ഇപ്പം തന്നെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ന്യൂസ് വരും. ഇൻഫ്ലേഷൻ റേറ്റിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓൾമോസ്റ്റ് 4.2 ആണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രീവിയസ്ലി 3.8 ആണ്. ഓക്കെ, പിന്നെ അതേപോലെ ഇന്ന് കഴിഞ്ഞ ദിവസം ഓയ നോക്കിയപ്പോൾ ഫുഡ് സൈഡ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഓയ ഉണ്ടായിരുന്നത്. ബട്ട് അത് ഇന്നത്തെ ദിവസം തന്നെ തിരിച്ചു മാറിയിട്ടുണ്ട്. ഫുൾ കോൾ സൈഡ് ആണ് ഓയ. അപ്പം ഇതും കാണിക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് ബെയറിഷ്നെസ് ആണ് മാർക്കറ്റിൽ കാണുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് 4.2 ബിലോ വരാൻ ചാൻസസ് ഇല്ല എന്നാണ് ഇൻഫ്ലേഷൻ. അപ്പം അതിൽ തന്നെ നമുക്ക് ഇവിടെ തന്നെ നോക്കാം. ബട്ട് ഇത് അങ്ങനെ തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇത് കോൾ സൈഡ് ഓൾമോസ്റ്റ് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് വന്ന് ഓൾമോസ്റ്റ് ഇവർക്കൊക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോൾ സൈഡ് ഓയി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 3.24 ആണ്, പുട്ട് സൈഡ് 1.68. അപ്പം വളരെ വലിയൊരു ഡിഫറൻസ് ആണ്. അപ്പം ബെയറിഷിലേക്കാണ് കാണിക്കുന്നത്. ഒരു ബെയറിഷ് നോട്ടാണ് ഇപ്പം കറൻ്റ്ലി കാണാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ കോൾ ഓയിൽ ബിൽഡപ്പ് ഉള്ളത് 24,000-ലും അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഇന്ന് ഏറ്റവും കൂടുതൽ ബിൽഡപ്പ് നടന്നിരിക്കുന്നത് 23,400 ആ റേഞ്ചിലാണ്. ബട്ട് ഇവിടെ നോക്കുവാണെങ്കിൽ 22,500 റേഞ്ചും അത് മാത്രമാണ് ഏറ്റവും കൂടുതൽ പുട്ട് ഓയിൽ ബിൽഡപ്പ് ഇന്ന് നടന്നിരിക്കുന്നത്. ബട്ട് അതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ കറൻ്റ് ആയ 23,200 ആണ് കറൻ്റ്ലി സ്ട്രോങ്ങർ അടുത്തൊരു പുട്ട് ഓയിൽ ലെവൽസ് ഉള്ളത്. അപ്പം കോഷ്യസ് ആയിരിക്കുക. നാളെ ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഗതി നോക്കിയിട്ട് മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് നോക്കിയിട്ട് ഇനീഷ്യലി 1 hour ഒന്ന് സ്റ്റേബിളായി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന് മാർക്കറ്റ് ഒന്ന് അതിന്റെ പ്രോപ്പറായി അനലൈസ് ചെയ്യുക. അതിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കി മാത്രം ട്രേഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.